ഹലോ. അതിന് നമ്മൾ കുറച്ച് ക്വറീസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കുറെ ക്വറികൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇനി കുറച്ചധികം എങ്ങനെയൊക്കെയാണ് നമ്മൾ ബാക്കി കുറച്ച് ഓപ്പറേഷൻസ് നടത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കാം. ഓൾറെഡി എന്റെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു ടേബിൾ. അപ്പം ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ടേബിൾ ആയിരുന്നു. അപ്പൊ ഞാൻ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഞാൻ അല്ലെങ്കിൽ ഒരു കോഡ് ഞാൻ ടൈപ്പ് ചെയ്തില്ല. ഓക്കെ, കമ്മിറ്റ് എന്ന് പറഞ്ഞാലാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ ഇന്നലെ ഇൻസേർട്ട് ചെയ്ത ഒരു റോയും എനിക്ക് എന്തൊക്കെ ഇറേസ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇറേസ് ആയി പോയിട്ടുണ്ട്. അപ്പൊ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മൊത്തം എന്ത് ചെയ്യണം, സേവ് ആവും. അപ്പൊ നോക്കാം, ഇന്നലെ ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്തായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടായിരുന്നു. അതിലിതാ ഇത്രയും നമ്മുടെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിന്റെ ഡാറ്റ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ സൈസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ നമുക്ക് അറിയുന്ന കാര്യം. ഞാനൊരു 3 റോ ഇൻസേർട്ട് ചെയ്തു. അതിന്റെ വാല്യൂസ് വെച്ചിട്ട് ഒരു 3 റോസ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കാം. ഈ മൂന്ന് റോല് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ അതേപോലെ ഇന്നലെ ഞാൻ വേറൊരു എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഫോറിൻ കീ കൺസ്ട്രെയിനും കൊടുത്തിരുന്നു. അതായത് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ഡിപ്പാർട്ട്മെന്റിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോറിൻ കീ കൺസ്ട്രെയിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, രണ്ട് ടേബിൾ ഉണ്ട്. രണ്ട് ടേബിളിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേബിളിലെ എന്തിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക, നമ്മളിതാ ഒരു ടേബിളിലെ പ്രൈമറി കീ വേറൊരു ടേബിളിലെ നോൺ പ്രൈമറി കീ ആയിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നോക്കുക. ഇതിലെ പ്രൈമറി കീ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ നോൺ പ്രൈമറി കീ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ടേബിൾ 1, ടേബിൾ 2. ഓക്കെ, ഇതാ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ടേബിൾ 1ന്റെ പ്രൈമറി കീ ആണ്. അതെന്ത് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പ്രൈമറി കീ ഐ ഡി ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലോട്ട് കണക്ട് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കാം, ഇത്രയും കാര്യങ്ങളാണ് ആ ടേബിളിലെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. ഇവിടെ പിന്നെ ഞാൻ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ എറർ വന്നത്. എംപ്ലോയീസ് എന്നാണ് എന്റെ ടേബിളിന്റെ പേര്. എംപ്ലോയി എന്ന് പറഞ്ഞ മുന്നേ ഒരു ടേബിൾ ഇതിലുണ്ട്. ദെൻ ഇവിടെ എറർ വന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്താണ്, കൺസ്ട്രെയിൻ വയലേറ്റ് ചെയ്തു. കാരണം ഞാൻ ഇവിടെ ഐ ഡി കറക്റ്റ് അല്ല കൊടുത്തത്. ഇവിടെ നമ്മളെ ഡിപ്പാർട്ട്മെന്റും ആയിട്ട് ഇവിടെ അതാണ് ഈ എറർ വന്നത്. നമ്മൾ എറർ വന്നതും നമ്മൾ നോക്കണം കേട്ടോ, എന്തൊക്കെയാണ് അതിന്റെ റീസൺ. ഇവിടെ നോക്കാം, ഇവിടെ എന്താ പ്രശ്നം. ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില്ല. ഇവിടെ നോക്കാം, ഐഡിയും നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഫോറിൻ കീ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എറർ വന്നത് എന്താന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആ, ആ, എന്താ, ഇവിടെ അത് തന്നെ സെയിം. ഞാൻ ഇവിടെ മാറ്റം വരുത്തി. ഇതുമായിട്ടാണ് കണക്ഷൻ. ഞാൻ വീണ്ടും 100 തന്നെ കൊടുത്തു, ടൈപ്പ് ചെയ്തു. അതാണ് അവിടെ എറർ വരാനുള്ള റീസൺ. നെക്സ്റ്റ് നോക്കാം, അടുത്ത എറർ വന്നതെന്ന് വെച്ചാൽ എന്താ, അടുത്ത എറർ അടുത്തില്ല, എറർ കറക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. നേരെ റോ ഇൻസേർട്ട് ചെയ്തു. ഇവിടെ വേറൊരു എറർ വന്നു. രാധിക എന്ന് പറയുന്നത് എന്താണ്, 6 ക്യാരക്ടറിന്റെ എനിക്ക് ടോട്ടൽ പറ്റുന്ന എത്രയാണ്, 5ആണ് പറ്റുക. ഓക്കെ, എന്റേത് അവിടെ 5ആണ് പറ്റുക. അവിടെ കണ്ടോ, 5എണ്ണം ഞാൻ കൊടുത്തത്. അപ്പൊ 6എണ്ണം വന്നപ്പോൾ അവിടെ ഒരു എറർ വന്നു. ഇത് ഞാൻ കറക്റ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്തു, സേവ് ചെയ്തു. അപ്പൊ ഈ ഡാറ്റ ഇവിടെയാണ്. ഈ എല്ലാ ഡാറ്റയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡാറ്റാ ബേസിൽ സേവ് ആയിട്ടുണ്ട്. രണ്ട് ടേബിളും ഡാറ്റാ ബേസിൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെറിയ ഓപ്പറേഷൻസ് നടത്താം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് പിന്നെ ഈ രണ്ട് ടേബിളിലുള്ള കുറച്ച് ഡാറ്റാസ് എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നോക്കാം, ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ് ഡാറ്റ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നോക്കാം, എന്റെ ടേബിളിൽ ഫോർ എക്സാമ്പിൾ രണ്ട് ടേബിൾ, അതായത് ഇപ്പോൾ നോക്കാം, ഞാനൊരു സെലക്ട് ഒന്നും കൂടെ ഞാൻ ആ ടേബിൾ റിപ്പീറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. എംപ്ലോയിയുടെ ഉണ്ട്, സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു. ഈ രണ്ട് ടേബിൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ രണ്ട് ടേബിൾ നോക്കാം. ഈ രണ്ട് ടേബിളിൽ എനിക്ക് രണ്ട് ടേബിളിലുള്ള ഡാറ്റ കിട്ടണം. ഏതൊക്കെ കിട്ടണം, എനിക്ക് ഇവിടുന്ന് നെയിം കിട്ടണം. എന്റെ എംപ്ലോയിയുടെ നെയിമും എംപ്ലോയിയുടെ ഐഡിയും കിട്ടണം. അതുപോലെ തന്നെ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും എനിക്ക് കിട്ടണം. ഓക്കെ, ഹനീഷ് എന്ന് പറയുന്ന ആള് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ളത്. സ്നേഹ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ്. രാധിക ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ്. അവരുടെ ഒക്കെ HOD നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമത്, ഫസീല, സ്റ്റാറ്റിയും ഫസീലയാണ് കൊടുത്തത് കേട്ടോ. ഓക്കെ, രണ്ടും ഓക്കെ. സ്റ്റാറ്റി നമുക്ക് പിന്നെ രണ്ടും കുഴപ്പമൊന്നുമില്ല. അവിടെ ഒന്നും എന്താണില്ല, നമുക്ക് യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രെയിൻ നമ്മൾ കൊടുത്തിട്ടില്ല. യുണീക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നമായി. അപ്പൊ നോക്കാം, ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഇനി എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അതായത് എംപ്ലോയീസ് നിന്ന് എനിക്ക് എന്ത് കിട്ടണം, എനിക്ക് പിന്നെ ഐഡി കിട്ടണം. അതുപോലെ അവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കിട്ടണം. അപ്പൊ ഞാൻ ഇവിടെ നോക്കാം, സെലക്ട് സെലക്ട്
സെലക്ട് സ്റ്റാർ ഫ്രം ഓക്കെ. സെലക്ട് സ്റ്റാർ വേണ്ട, എനിക്ക് എന്തൊക്കെയാ വേണ്ടത് ഐ ഡി കിട്ടണം. ഐ ഡി കോമ ദെൻ വേറെന്താ കിട്ടേണ്ടത്? നെയിം കിട്ടണം. വേറെന്ത് കിട്ടണം? ഡിപ്പാർട്ട്മെന്റ് ഡി നെയിം കിട്ടണം. ഡി നെയിം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് സെലക്ട് ചെയ്യണം. ഫ്രം എവിടുന്നാണ്? എംപ്ലോയി എംപ്ലോയീസ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. ദെൻ വേറെ ഏത് ടേബിൾ ഉണ്ട്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ വരിക? ഈ കോഡ് കൊടുത്തപ്പോ എന്താ വരിക നോക്ക്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ. ഇത് കൊടുത്ത സമയത്ത് എനിക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടാൻ നോക്കണ്ടോ? ഒരുപാട് കിട്ടി. എന്താണ് ഇവിടെ നോക്കാം? ഇതൊരു ക്രോസ് പ്രൊഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഇവിടെ നോക്കുക എന്താണ്? 9 റോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. 10 ഹനീഷ്, പിന്നെ മാത്സ്. അനീഷ് എവിടെ വർക്ക് ചെയ്യണത്? അനീഷ് മാത്സിൽ വർക്ക് ചെയ്യില്ല, അനീഷ് സി എസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അനീഷ് സ്റ്റാറ്റിലും വന്നു. ദെൻ സ്നേഹ സി എസിൽ വന്ന്, സ്റ്റാറ്റിൽ വന്ന്, മാത്സിൽ വന്ന്. അതേപോലെ രാധിക എല്ലാത്തിലും വന്നു. ഈ ഒരു ഇതെന്താ? ഇത് നമുക്ക് എന്താ? എല്ലാത്തിനെയും കൂടിയുള്ള ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്താ കിട്ടേണ്ടത്? ഹനീഷ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം, അതുപോലെ സ്നേഹ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, അത് കറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് കിട്ടണം. അപ്പൊ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ രണ്ട് ഫോറിൻ കീ കൺസ്ട്രെയിൻ ഉണ്ടോ? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാ. ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കൊടുത്തിട്ട് അതേപോലെ തന്നെ ഇവിടെ ഐ ഡി കൊടുത്തു. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഡിപ്പാർട്ട്മെന്റ് മാച്ച് ആണോ? അങ്ങനെ ആകുമ്പോഴേ നമുക്ക് സി എസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 2 മാച്ച് ആയാലേ നമുക്ക് മാത്സ് കിട്ടുള്ളൂ. 3 3 മാച്ച് ആയാലേ നമുക്ക് സ്റ്റാറ്റിക് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കൺസ്ട്രെയിനും കൂടെ കൊടുക്കുക. വേറെ കണ്ടീഷനിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഇവിടെ മുകളിൽ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു എന്ത് പറഞ്ഞിട്ട് കൊടുക്കുക? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എന്താ വരിക? കണ്ടോ? അനീഷിന്റെ ഐ ഡി 10 അനീഷ് സി എസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. സ്നേഹന്റെ ഐ ഡി 13 മാത്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. രാധിക സ്റ്റാറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് 14 ഐ ഡി എന്ന് പറഞ്ഞിട്ട് കിട്ടി. ക്ലിയർ ആയോ? ഇനി ഇവരൊക്കെ എച്ച് ഒ നമുക്ക് കിട്ടണം. ഇവരെ എച്ച് ഒ നെയിം നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരെ എച്ച് ഒ നെയിം നമുക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള അനീഷിന്റെ എച്ച് ഒഡിന്റെ നെയിം കിട്ടണം. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എച്ച് ഒ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ പറഞ്ഞിട്ട് എച്ച് ഒ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഫോറിൻ കീ കൺസ്ട്രെയിൻ എന്ന് പറയും. ഫോറിൻ കീ ആയിട്ട്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരുന്നു. പ്രൈമറി കീ, യുണീക്ക്, ഫോറിൻ കീ എല്ലാം നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കൺസ്ട്രെയിൻസ്, മിന്ന് മാക്സ് ആവറേജ് ഒക്കെ നമ്മൾ നോക്കിയല്ലേ. മിന്ന് മാക്സ് ആവറേജ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ നോക്കി. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ക്ലാസിന്റെ സമയത്ത് നോക്കി. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ റെഫറൻസ്ഡ് അത് ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകളൊക്കെ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഫോറിൻ കീ കൺസ്ട്രെയിൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത കാര്യമാണ്. ദെൻ പിന്നെ അലൻ നമ്മുടെ സെമിനാർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫോറിൻ കീ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്തതിന് അതിൽ നിന്ന് ഞാൻ ഡാറ്റ സെലക്ട് ചെയ്ത. ഇനി ഞാൻ കുറച്ച് ഓപ്പറേഷൻസ് നടത്താണ്. ഇനി സപ്പോസ് നോക്കുക. ഇവിടെ ഞാൻ ഒരു ഡാറ്റ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ഡാറ്റ കൂടെ ആഡ് ചെയ്യാണ്. ഇങ്ങോട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു ഡാറ്റ കൂടെ ഇൻസേർട്ട് ഇൻടു ഡിപ്പാർട്ട്മെന്റ്. നാലാമത്തത് ഏതാ? 4. ഓക്കെ. പിന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എ ഐ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ. എ ഐ വിത്ത് സി എസ്. എന്ന് പറഞ്ഞാൽ എ ഐ സി എസ് വിത്ത് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ്. ഡാറ്റ അനലിറ്റിക്സ് CSDA എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അർഷദ് സാറാണ് അതിന്റെ നമ്മുടെ HOD. അർഷദ് സാറാണ് HOD. ARS അർഷദ് സാർ ID. അർഷദ് സാർ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗിന്റെ പ്രൊജക്ട് ആണ്. അതിന്റെ സ്പെഷ്യലൈസേഷൻ ML ആണ്. പിന്നെ ഇതെന്തായിരുന്നു? പിന്നെ 108 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൊജക്ട് നമ്പർ. ഓക്കെ. അതിന് പ്രൊജക്ട് നമ്പർ 110 ആണ് പ്രൊജക്ട് നമ്പർ. ID 4. ഓക്കെ. ആഡ് ചെയ്തു. ഓക്കെ. ഒരു റോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നോക്കാം. റോ ക്രിയേറ്റ് ചെയ്തു. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കൊടുത്തു. അർഷദ് സാറും കൂടെ അതിൽ ആഡ് ചെയ്തു. ഇനി നോക്കാം. ഞാൻ ഇതേ കോഡ് കൊടുത്ത സമയത്ത് ഇപ്പൊ നോക്കാം. നമ്മുടെ ഉണ്ടോ? അപ്പൊ പിന്നെ എന്താണ് നമ്മുടെ ഇത് കൊടുത്ത സമയത്ത് എന്ത് വന്നതാ? ഇവിടെ പിന്നെ എന്തൊക്കെ വന്നു? 14 ID നെയിം. അത് വീണ്ടും വന്നു. 12 റോ സെലക്ട് ചെയ്തു. അർഷദ് സാറും കൂടെ അതിൽ കയറി വന്നിട്ട് ഇല്ല. അർഷദ് സാറല്ല. എന്തൊക്കെ വന്നത്? 12 റോ, 9 കൂടി. കാരണം അതാ ഇവിടെ നോക്കുക. ഇവിടെ ഇതാ ഏതൊക്കെതാ? CSDA കണ്ടോ? CSDAയും കൂടെ കയറി വന്നിട്ടുണ്ട്. അവിടെ കണ്ടോ? CSDA 14ാമത്തത് 1 2 3 അങ്ങനെ 12 റോ വന്നിട്ടുണ്ട്. ഓക്കെ. ബാക്കിയുള്ളത് കാണാത്തതാട്ടോ. കണ്ടോ?
നമ്മുടെ അർഷയ സാറെ ഡിപ്പാർട്ട്മെന്റും കൂടെ ഇതിൽ കയറി വന്നിട്ട്. അപ്പം അതെന്താണ്? അപ്പൊ നമ്മൾ എന്താ, ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്, ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അതിന് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറും, കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടി വരും, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ പിന്നെ പിന്നെ നോക്കാണ് എന്താണ്, ദാ ഇവിടെ എനിക്ക് സാലറി 1 ലക്ഷം സാലറി ഉള്ള, 1 ലക്ഷം രൂപ സാലറി ഉള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ, 1 ലക്ഷം രൂപ സാലറി ഉള്ള ആളുടെ പേരുകളും ഐഡിയും എനിക്ക് കിട്ടണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, സെലക്ട് നോക്കാട്ടോ, സെലക്ട് സ്റ്റാർ, സ്റ്റാർ വേണ്ട, എനിക്ക് എന്തൊക്കെ വേണ്ടത്, ഐ ഡി എന്തെങ്കിലും ഞാൻ ഒന്നും കൂടെ ഒന്ന് സെലക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ എംപ്ലോയി ടേബിൾ, എംപ്ലോയീസ് ടേബിൾ എന്തൊക്കെയുള്ള, അപ്പൊ എനിക്ക് 1 ലക്ഷം രൂപ സാലറി ഉള്ള ആളെ വേണം. അപ്പൊ സെലക്ട്, ഞാൻ എന്താ സെലക്ട് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഐ ഡി, ഐ ഡി സെലക്ട് ചെയ്തു. ദെൻ നെയിം സെലക്ട് ചെയ്തു, ഫ്രം എംപ്ലോയീസ് വേർ, എന്താ എനിക്ക് കിട്ടേണ്ടത്, 1 ലക്ഷം രൂപ സാലറി ഉള്ള ആളെ കിട്ടണോ, വേർ സാലറി, ഈക്വൽ ടു എത്ര, 1 ലാഖ്, സാലറി ഈക്വൽ ടു 1 ലാഖ്. ഓക്കെ, ഹനീഷും സ്നേഹം കിട്ടി. ഇനി ഞാൻ ഇതേ ഓപ്പറേഷൻ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, സാലറി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഇൻ എന്ന് പറഞ്ഞു കൊടുത്തു, നടക്കുന്നു, സാലറി ഇൻ 1 ലാഖ് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് സെയിം കിട്ടി, കണ്ടോ, അനീഷ്. ഇനി ഞാനിവിടെ വേറൊരു കാര്യം കൊടുക്കും, സാലറി ഇൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, സാലറി ഇൻ 1000 ആൻഡ് 1000, സോറി 1,50,000 ആരൊക്കെ വരാം. ഓക്കെ, ഇങ്ങനൊരു ആൻഡ്, സോറി, എന്തോന്നുണ്ടോ, രാധികയുമാണ്. അപ്പോ മൾട്ടിപ്പിൾ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, മൾട്ടിപ്പിൾ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്താ കൊടുക്കുന്നത്, 1 ലക്ഷവും 1 ലക്ഷത്തി, പിന്നെ എത്രയാണ്, എത്രയായിരുന്നു, 1,50,000 ഉള്ള ആളുകളെ സെലക്ട് ചെയ്യണം. ഇനിയിപ്പോ ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മൾട്ടിപ്പിൾ വാല്യൂസ് സെലക്ട് ചെയ്യണം, നമ്മൾ എന്താ ഇന്നാ കൊടുക്കേണ്ടത്, ഇന്നാണ്. ഓക്കെ, ഇൻ. ദെൻ ഞാൻ പറയാണ് ഇനിയിപ്പോ അടുത്തത്, ഇനി എന്താ, ഇനി അടുത്തത് ഇപ്പോ എന്താണ്, ചെക്ക്, അല്ലെങ്കിൽ ഓൾ ആയിക്കോട്ടെ, ഓൾ എന്ന് പറയും, ഓൾ, സെലക്ട് ഇവിടെ ഓൾ, സെലക്ട് ഓൾ, നോ റോ സെലക്ടഡ്. ഓക്കെ, എന്താണ്, സെലക്ട് ഓൾ ഐ ഡി നെയിം ഫ്രം എംപ്ലോയീസ് വേ സാലറി ഈക്വൽ ടു എന്താ, 10,000 ആരുമില്ല, 10,000 ആരുമില്ല, 1 ലാഖ് ആരുണ്ടോ, ഉണ്ടോ, എല്ലാരെയും സെലക്ട് ചെയ്യും. ഓൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഞാനൊരു കണ്ടീഷൻ കൊടുക്കണം, വേറെ, ഓക്കെ, സപ്പോസ് ഞാനൊരു കണ്ടീഷൻ കൊടുക്കണം, ഓൾ സാലറി ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റർ ദാൻ ആണ് ഒരു 5, പിന്നെ 1 ലക്ഷം 90,000, 90,000ന്റെ മുകളിലുള്ള എല്ലാവരെയും എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള കീബോർഡ് കൊടുത്തു, ഓൾ. ഓക്കെ, അപ്പൊ then, പിന്നെ എന്താണ്, എനി എന്ന് പറഞ്ഞിട്ട് വരണം, എനി, എനി ദി നെയിം ഫ്രം എംപ്ലോയീസ് സാലറി ഈക്വൽ ടു, നോക്കട്ടോ. പിന്നെ ഞാന് നോക്കാം അവിടെ സെലക്ട് നെയിം, എനിക്ക് നെയിം കിട്ടണം ഫ്രം എംപ്ലോയീസ് വേർ ഐ ഡി ഈക്വൽ ടു, എന്താണ് എനിക്ക്, എന്താണ്, 1 ലക്ഷത്തിന്റെ മുകളിൽ സാലറി വാങ്ങുന്ന ആളുകളെ, 1 ലക്ഷത്തി മുകളിൽ സാലറി വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം, ആരെങ്കിലും ഉണ്ടായി. ഓക്കെ, സെലക്ട്, ഇത് നെക്സ്റ്റ് കൊറി എന്നാ പറയട്ടെ, ഇതിന് സെലക്ട് ഐ ഡി ആണല്ലോ എനിക്ക് കിട്ടേണ്ടത്, ഐ ഡി
ഫ്രം സെയിം ടേബിൾ എംപ്ലോയി എംപ്ലോയീസ് എംപ്ലോയീസ് വർത്ത് സാലറി ഗ്രേറ്റർ ദാൻ 1,25,000 ആരെങ്കിലും ഉണ്ടോ? 1,25,000 സാലറി ഗ്രേറ്റർ ദാൻ സെലക്ട് ഐ ഡി ഫ്രം സെലക്ടിന്റെ ഒക്കെ സ്പെല്ലിങ് സെലക്ട് ശരി. രാധിക ആണ് 1,25,000 കൂടുതൽ സാലറി വാങ്ങും. ദെൻ അടുത്തത് നോക്കുക, ഞാൻ ഒരു ടേബിളും കൂടെ ആഡ് ചെയ്തിട്ട് അല്ല ഒരു കോളം കൂടെ ആഡ് ചെയ്തിട്ട് അടുത്ത ടേബിൾ എംപ്ലോയീസ് ആഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഞാൻ ഇവിടെ പിന്നെ ഒരു ഓപ്പറേഷനും കൂടെ നടത്താം. സെലക്ട് ഓപ്പറേഷനും കൂടെ സെലക്ട് ഫ്രം എംപ്ലോയീസ്. പേജിൽ ഇവിടെ ആരുമില്ല, അപ്പൊ ഞാൻ ഏജിൽ ഇങ്ങനെ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പം എന്താണ് വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പൊ കോളം ആഡ് ചെയ്തു, ആ കോളത്തിലേക്ക് വാല്യൂസ് കൊടുക്കണം. എങ്ങനെയാണ് ഇപ്പോ അൾട്ടർ ടേബിൾ, അപ്പൊ അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ. അപ്ഡേറ്റ് ആ ചെയ്യുന്നത്, അപ്ഡേറ്റ്. അപ്പൊ നമ്മൾ എന്താ അപ്ഡേറ്റ്, എന്താണ് അപ്ഡേറ്റ് ആണ്, ഓരോന്നും അപ്ഡേറ്റ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് നമുക്ക് ഇവരൊക്കെ വയസ്സ് ആഡ് ചെയ്യണം. ഓരോ വയസ്സ് ആണ് നമ്മൾ അപ്ഡേറ്റ് കമാൻഡ്. അതായത് ഇവിടെ റോളാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്ഡേറ്റ്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്ഡേറ്റ് എന്താണ്, ഏത് കോളത്തിലാണ് ആദ്യം അപ്ഡേറ്റ് നോക്കുക. അപ്ഡേറ്റ് ഏത് കോളത്തിലാണ് ചെയ്യേണ്ടത്, ഏത് അപ്ഡേറ്റ്. പിന്നെ ടേബിൾ നെയിം എംപ്ലോയി എന്ന് പറയുന്നത് എംപ്ലോയീസ് 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 കൊടുത്തു. സെറ്റ് ഏത് കോള, ഏജ് എന്ന് പറയും. ഏജ് ഏജ് ഓക്കെ. ഏജ് എത്ര കൊടുക്കണ്ടേ, ഏജിന്റെ വാല്യൂ കൊടുക്കണം. ഏജിന്റെ വാല്യൂ അൻസാറിന് ഇപ്പൊ എത്ര, 35 വയസ്സ്. ഓക്കെ. ഏജ് 35. ഓക്കെ. എന്താ കണ്ടീഷൻ, വേറെ പ്രൈമറി കീ ആണ് കൊടുക്കുന്നത് അനീസാറ്. പിന്നെ പ്രൈമറി കീ എന്താണ്, നെയിം ഈസിക്കലിന്റെ എച്ച് തന്നെ കൊടുത്താൽ മതി. കാരണം ഇവിടെ ഒരു പേരേ ഉള്ളൂ, പക്ഷെ രണ്ട് അനീസാറിലെ കോളേജ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഐ ഡി കൊടുക്കണം. പ്രൈമറി കീ ഐ ഡി ഈക്വൽ ടു 10. റോ അപ്ഡേറ്റഡ്. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തപ്പോൾ അനീസാർ ഏജ് അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഞാൻ അനീസാർ എന്ന് പറഞ്ഞപ്പോൾ രാധിക മിസ്സിന് കൊടുക്കും, സ്നേഹ മിസ്സിന് കൊടുക്കും. ഡേറ്റ് സെറ്റ് സ്നേഹ മിസ്സിന് ഒരു 29. സ്നേഹ ഐ ഡി എത്രയാണ്, 13. സ്നേഹ ഐ ഡി 13. സ്നേഹ മിസ് ആഡ് ആയി. രാധിക മിസ്സിന് ഒരു 36. പിന്നെ ഐ ഡി എത്ര രാധിക മിസ്സിന്റെ, ഇവരൊക്കെ അപ്ഡേറ്റ് ആയി. ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക, സെലക്ട് സ്റ്റാർ വോയിസ് 3 ഏജ് ആണ്. ഇനി പിന്നെ ഇവിടെ നോക്കുക, ഇപ്പൊ ഞാൻ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിലേക്ക് ഒരു കൺസ്ട്രെയിൻ കൊടുക്കണം, ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരൊക്കെ അസോസിയേറ്റ് പ്രൊഫസർ ആകണം. 35 വയസ്സ് അല്ലെ 36 വയസ്സുള്ളവരാണ് അസോസിയേറ്റ് പ്രൊഫസർ ആകണമെന്നുള്ളത് പിന്നെ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു കൺസ്ട്രെയിൻ ആഡ് ചെയ്യണം. ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ചെക്ക് കൺസ്ട്രെയിൻ. അപ്പൊ ഓൾറെഡി ഞാൻ ഇവിടെ എന്ത് ആക്കിയിട്ടില്ല, ഓൾറെഡി പിന്നെ ഞാൻ ഇവിടെ ചെക്ക് കൺസ്ട്രെയിൻ ഒന്നും ടേബിളിൽ കൊടുത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അൾട്ടർ ടേബിൾ പിന്നെ നമ്മുടെ ടേബിൾ നെയിം എന്താ, എംപ്ലോയീസിൽ എന്ത് ചെയ്തു, ആഡ് ഒരു കൺസ്ട്രെയിൻ കൊടുത്തു. ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ കൊടുത്തു. ചെക്ക് ഇതാണ് ഏജ് ഗ്രേറ്റർ ദാൻ ഇനി നമുക്ക് വേണ്ടത് ഒരു അസോസിയേറ്റ് പ്രൊഫസറിനെ വേണ്ടത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു അസോസിയേറ്റ് പ്രൊഫസർ വേണം, അസിസ്റ്റന്റ് പ്രൊഫസർ വേണ്ട. അപ്പൊ 35 വയസ്സിന്റെ കൂടുതലുള്ളവർ മതി. ഗ്രേറ്റർ ദാൻ പിന്നെ 35 വയസ്സിന്റെ കൂടുതലുള്ളവർക്കാണ് അസോസിയേറ്റ് പ്രൊഫസർ ആവാനുള്ള ചാൻസ് എന്ന് പറയും. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് 35 അല്ലെങ്കിൽ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35. 35 വയസ്സുള്ള ആളെ മതി, ബാക്കിയുള്ള ചെറിയ ആൾക്കാരൊന്നും വേണ്ട, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് വേണ്ട എന്നുള്ള തീരുമാനം എടുത്താൽ ചൊടിയെടുത്ത്. അപ്പൊ എങ്ങനെ ഒരു കൺസ്ട്രെയിൻ കൊടുത്തു, അങ്ങനെ ഒരു കൺസ്ട്രെയിൻ കൊടുത്ത ചെക്ക് കൺസ്ട്രെയിൻ ആഡ് ചെക്ക് ഓട്ടോ ടേബിൾ ഏജ്. ഇപ്പൊ എന്തായി ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല്,
ഇവിടെ കൺസ്ട്രെയിൻസ് രണ്ടും വയലേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് ഓൾറെഡി സ്നാമിസിന് 29 വയസ്സുള്ള സ്നാമിസിനെ എടുത്തുപോയി. ഇപ്പൊ വേറൊരാൾ 28 വയസ്സുള്ള ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ കൂടെ എടുക്കണം, കാരണം ഓൾറെഡി ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ നമുക്ക് 35 വയസ്സുള്ള കൺസ്ട്രെയിൻ കൊടുക്കാൻ പറ്റില്ല, കാരണം ടേബിളിൽ ഓൾറെഡി കൺസ്ട്രെയിൻസ് എന്താണ് 29 വയസ്സുള്ള ആളുണ്ട്. അപ്പൊ നമ്മൾ ഏജ് ഗ്രേറ്റർ ദാൻ 28, ഇനി നമ്മൾ 28 വയസ്സിന്റെ ആളെ ഇതാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്നാമിസിനെ നമ്മൾ പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്യണം. അപ്പൊ 28 വയസ്സിന്റെ ആളെ നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം, നമുക്ക് ഇൻസേർട്ട് ഇൻഡു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ കൊടുക്കാം. ഇൻസേർട്ട് ഇൻഡു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഇൻസേർട്ട് ഇൻഡു കൊടുക്കുന്ന സമയത്ത് എംപ്ലോയീസിലേക്കല്ല, നമ്മൾ ഇതാ ഇൻസേർട്ട് ഇൻഡു ഡിപ്പാർട്ട്മെന്റ് ആണ്. എംപ്ലോയീസിൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ വേറൊരാളെ കൂടെ കൊടുക്കാണ്. നാലാമത്തെ ഒരാൾ വന്നു. നാലാമത്തെ അർഷൽ സാർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാൾ, ID നമ്പർ 15. ഞാനായിക്കോട്ടെ അർഷൽ സാർ, ഞാൻ അർഷൽ സാർ ഡിപ്പാർട്ട്മെന്റ് അനിശ്ചിത് കാലിക്കറ്റ് തന്നെ, സാലറി എത്ര നോട്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? എന്താ പ്രശ്നം? നോട്ട് ഇനഫ് വാല്യൂസ്. വേറെന്താ? ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ എന്തൊക്കെയാ വേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ടേബിൾ, ഏജും കൂടെ ആണല്ലോ, അപ്പൊ ഏജ് ആക്കണല്ലോ. ഏജ് 28. വേറെന്താ പ്രശ്നം? ഏജ് ഗ്രേറ്റർ ദാൻ 28 ഉള്ള ആളെ പറ്റുള്ളൂ. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കള്ളത്തരം പറഞ്ഞു. ഞാൻ കുറച്ച് ഡേറ്റ് ഓർത്തൊക്കെ മാറ്റി എനിക്ക് ജോലി കിട്ടണം. കിട്ടി. എന്തായി? സെലക്ട് സ്റ്റാർ ഫ്രം സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. കിട്ടി. ഞാനും അവിടെ കയറി. ഞാൻ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ID 4. അപ്പൊ ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കയറിയെന്നുള്ള അറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കയറിയെന്നുള്ള അറിയാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ID സെലക്ട് ചെയ്തു, നെയിം സെലക്ട് ചെയ്തു. എന്ത്? അല്ല, ID എന്റെ ഡിപ്പാർട്ട്മെന്റ് നെയിം അല്ല, ഡിപ്പാർട്ട്മെന്റ് നെയിം ഇവിടെ ഉള്ളത് നമ്മളെ മറ്റേ ടേബിൾ. ഡിപ്പാർട്ട്മെന്റ് നെയിം ഇവിടെ ഉള്ളത് ഈ ടേബിൾ കുറെ മുന്നേ ഡിപ്പാർട്ട്മെന്റ് നെയിം നെയിം. ഓക്കെ, ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത് എന്നുള്ളത് പിന്നെ പ്രിൻസിപ്പാൾ ചെക്ക് ചെയ്യണം. പ്രിൻസിപ്പാൾ അങ്ങനെ ചെക്ക് ചെയ്തോളൂ. ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം എംപ്ലോയീസ്. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നെയിം എവിടെ ഉള്ളത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാണ്. ഡിപ്പാർട്ട്മെന്റ് വേറെ എന്താ കണ്ടീഷൻ? എന്ത് കണ്ടീഷനാ? DID എന്താണ്? പിന്നെ നമ്മുടെ DID അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ID എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് DID തന്നെയല്ല നമ്മൾ കൊടുത്തിരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ടേബിളാ ഡിപ്പാർട്ട്മെന്റ് ID നമ്മൾ എന്ത് കൊടുത്തു? ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്. ഞാൻ എന്തുകൂടി കൊടുത്തു? എന്റെ ID കൊടുത്തു. ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കൊടുത്തു. ID ഈക്വൽ ടു ടീൻ എന്ന് പറഞ്ഞു. കണ്ടോ? എന്റെ ഡിപ്പാർട്ട്മെന്റ്, എന്റെ ID നമ്പർ 15, എന്റെ ഡിപ്പാർട്ട്മെന്റ് കിട്ടി. ഞാൻ CS കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ അനലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രസമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ ബാക്കി നമുക്ക് കുറച്ച് അടുത്ത ക്ലാസ് എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? ഫോറിൻ കീന്റെ ഒക്കെ ഒരു കൺസെപ്റ്റുകളാണ്. ഫോറിൻ കീ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫോറിൻ കീ എന്താണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ സെലക്ട് ചെയ്തത് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കി ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ. അപ്പം ഫുൾ എന്തൊക്കെ എറർ വന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്